ചേച്ചി ഈ അടുത്ത് പേപ്പറിലൊരു ന്യൂസ് കണ്ടു. അതായത് നിങ്ങൾക്ക് ഇരിക്കാനൊന്നും ഇവിടെ സമയമില്ല, തരാറില്ല മുതലാളിമാരെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കേസ് ഫയൽ ചെയ്തിട്ടുണ്ടായി. അത് ശരിയാണോ? ഇവിടുന്നല്ല മൊത്തം. ശരിയാണ്. ഇപ്പോഴാണ് അങ്ങനെ ഒരു ഇത് കേട്ടു, ഞാനും ടിവിയിലൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ ഇല്ല, നിങ്ങൾക്ക് അങ്ങനെ പ്രശ്നമൊന്നുമില്ല? ഞങ്ങൾക്കിപ്പോ അത് അതിന് ശേഷം ഇവിടെ കസേരക്ക് എത്തി ഇരിക്കാൻ. അല്ല, അവരത് വന്നതിന് ഉപകാരമുണ്ട്. ഇനി സമയം കുറയ്ക്കാന്ന് പറയുന്നുണ്ട്. സമയം കുറച്ചെങ്കിൽ കുറച്ചുകൂടി ഉപകാരമായി. എത്ര മണിക്കൂറുണ്ട് സമയം കുറയ്ക്കാൻ? ഞങ്ങൾ 7:00-ക്കാണല്ലോ പോണത്. അത് 7 മണിക്ക് ഉള്ളില് പോണെന്നാണ് നിയമം. വന്നേനെ പറയണ കേട്ടെ. പക്ഷെ അത് മാത്രം പ്രാബല്യത്തിൽ വന്നിട്ടില്ല. അപ്പൊ എത്ര മണിക്ക് നിങ്ങൾ ഡ്യൂട്ടിക്ക് കയറും? ഞങ്ങള് 9:30, 9:25. 8 മണിക്കൂർ ജോലി ഇല്ല? 8 അല്ലല്ല 8 10 മേലെ. 10 മണിക്കൂർ ജോലിയുണ്ട്. 7:00-ക്കല്ല പോണേ. അപ്പോൾ ഇവിടെ ഈ പെണ്ണുങ്ങളെ തുണിക്കടയിലുള്ള ആൾക്കാരെ മാത്രമാണ് ഇവിടെ കാണുള്ളൂ എന്നാണ് പറയണത്. അപ്പോൾ അവരെ മാക്സിമം 7 മണിക്ക് വിടണം എന്നൊക്കെ പറഞ്ഞിട്ട് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. പക്ഷെ അത് നിങ്ങൾ ജോലിക്ക് എടുക്കുമ്പോ ഇതൊന്നും പറയില്ല? 7:30 പോകാൻ പാടുള്ളൂ. അല്ല, അതാ അവര് നമ്മളോട് സമയത്ത് പറഞ്ഞിട്ട് തന്നെയാണ് കയറുന്നത്. പിന്നെ അതിന് ശേഷം അവര് ചില ആൾക്കാർക്ക് കുറയ്ക്കും, ചില ആൾക്കാർക്ക് ഈ പറഞ്ഞ സമയത്തൊന്നും മാറ്റം ഉണ്ടാവില്ല. നമ്മളൊക്കെ 7:00 പറഞ്ഞിട്ട് കയറിയത്. പിന്നെ കുറച്ചൊക്കെ വിട്ടുവീഴ്ച മാനേജ്മെന്റ് ചെയ്യും. വഴിയാകലുള്ള ആൾക്കാർക്ക് 7 മണി 10:00 കടുംപിടുത്തൊന്നുമില്ല. അതൊന്നുമില്ല. ഇരിക്കാൻ പാടില്ല ഒന്നുമില്ല. ഇപ്പൊ അങ്ങനെയൊന്നുമില്ല. ഈ റിപ്പോർട്ടുകൾ വന്നതിന് ശേഷം മുന്നൊക്കെ ഉണ്ടായിരുന്നു. ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾ എനിക്കില്ലാന്ന്. വേറെ ഫൈനൊന്നും ഇല്ലല്ലേ? അതൊന്നുമില്ല. 2 പ്രാവശ്യം മൂത്രമൊഴിക്കാൻ പോയി 3-ാമത്തെ പ്രാവശ്യം ഒഴിക്കുമ്പോ 50 രൂപ ഫൈൻ ഉണ്ട്. അതൊക്കെ അത് ഞങ്ങളുടെ ഈ സ്ഥാപനത്തിലില്ല. വേറെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നമുക്കറിയില്ല. ഞങ്ങൾക്കൊക്കെ ഇവിടെ ഫ്രീ തന്നെയാ. ഫ്രീഡം, നല്ലോണം ഫ്രീഡം ഉണ്ട്. അങ്ങനെ ഒരു ഈ നിയമം വരുന്നേക്ക് മുമ്പുണ്ട് ഫ്രീഡം ഒക്കെ. ഇരിക്കാൻ കസേര അങ്ങനെ നമുക്ക് തന്നതല്ലേ. പക്ഷെ എന്നാലും നമ്മൾ ഇവരൊക്കെ കാണാണ്ട് ഇവിടെ അടിയിൽ ഒതുക്കാൻ അങ്ങനെ ഇരുന്ന് ഇതാവും. അല്ല, നമ്മൾ ജോലിക്ക് വന്നിട്ട് ഇരിക്കുക എന്ന് പറയുന്നത് ശരിയല്ലല്ലോ. നമ്മൾ അതിന് വേണ്ടിയിട്ടല്ല ഇങ്ങോട്ട് വരണത്. അങ്ങനെ വീട്ടിലിരുന്നാ പോരെ. നമ്മള് വീട്ടില് കളക്കാനായിട്ട് ഒരാളെ വിളിച്ചു കൊടുന്ന കസേര എടുത്തിട്ടാ മതി. അത് പറ്റില്ല. അത് 700 എടുത്ത് കൊടുക്കും വേണം. അവര് ചായ കുടിക്കാൻ 10 മിനിറ്റ് കൂടുതൽ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ നെഞ്ചടിക്കും. അതേപോലെ തന്നെയാണ്. ഇതേപോലെ ഇത്രയും വലിയ സ്ഥാപനം നടത്തുന്ന മുതലാളിമാരെ നെഞ്ചടിക്കാതിരിക്കില്ലല്ലോ. നമ്മൾ അവരെയൊന്നും ഒരിക്കലും കുറ്റം പറയുന്നില്ല. പിന്നെ എന്താ വെച്ചാൽ കൂടുതൽ രോഗങ്ങൾ ഇങ്ങനെ നിൽക്കുന്ന ആൾക്കാർക്കാണ് കാലിന് കയ്യിന് വേദന, നെർവസ്. അതുകൊണ്ടാണ് നിങ്ങൾ ഇടയ്ക്ക് ഒരു ഇരിക്കാനുള്ള ഒരു അവസരം കൊടുക്കണം എന്ന് പറയണം. അപ്പൊ ശരിക്കും മാനേജ്മെന്റ് നിങ്ങളെ പീഡിപ്പിക്കുന്ന ഒരു സംഭവം ഒന്നുമില്ല? അതൊന്നുമില്ല. അപ്പൊ നമ്മൾ തന്നെ പറയണം. പക്ഷെ ഇല്ല ചില സ്ഥലങ്ങളിൽ ഉണ്ടായിരുന്നു. ചില സ്ഥലങ്ങളിൽ അങ്ങനെ പറയണ കേൾക്കുന്നുണ്ട്. അപ്പൊ അവിടുന്ന് ജോലി രാജിവെച്ച് പോരാലോ? അതൊക്കെ അവരുടെ ഇഷ്ടമാണ്. അല്ല, നമുക്ക് ഒരാള് നമ്മള് എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ നിന്ന് പോരാനുള്ള അവകാശം ഉണ്ടല്ലോ. ഇപ്പൊ തിരക്കുള്ള സമയം കഴിഞ്ഞാൽ നമ്മളിപ്പോ ഭക്ഷണം കഴിക്കാനോ ചായ കുടിക്കാനോ പോകണം. അത് നമ്മുടെ ഇഷ്ടത്തിൽ കഴിഞ്ഞാൽ പറ്റില്ല. അതിപ്പോ എന്തായാലും ആ തിരക്കുള്ള സമയം എന്ന് പറഞ്ഞാൽ കുറച്ച് ദിവസമുള്ളൂ. അത് കഴിഞ്ഞാൽ നമ്മള് ഈ പറഞ്ഞ ഇതിൽ തന്നെയാണ്. ചിലപ്പോ 15 മിനിറ്റ് എടുക്കും, ചിലപ്പോ 10 മിനിറ്റ്, ചിലപ്പോ 20 മിനിറ്റ് എടുത്തിട്ടോ വരിക. മതിയില്ലേ?